നമസ്കാരം. സെബി ചെയർപേഴ്സൺ മാധബി പുരി ബുച്ചും അവരുടെ ഭർത്താവും അവ്യക്തമായ നിക്ഷേപങ്ങൾ നടത്തിയെന്ന് US ഷോർട്ട് സെല്ലറായ ഹിൻഡൻബർഗ് റിസർച്ച് ആരോപിച്ചതിനെ തുടർന്ന് ഇന്ന് നടന്ന ആദ്യ വ്യാപാരത്തിൽ തന്നെ അദാനി ഗ്രൂപ്പിന്റെ 10 ഓഹരികളും ഇടിഞ്ഞു വീണു. ഇതിൽ തന്നെ അദാനി എനർജിയുടെ 17% ഇടിഞ്ഞത്. ബർമുഡയിലെയും മൗറീഷ്യസിലെയും കടലാസ് കമ്പനി വക ഫണ്ടുകൾ, വിനോദ് അദാനി ഫണ്ടുകൾ എന്നിവ ഉപയോഗിച്ച് സ്റ്റോക്ക് വിലകൾ വർദ്ധിപ്പിക്കുന്നതിനും മറ്റുമായി ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്ന അതേ സ്ഥാപനങ്ങൾക്കാണ് ഇടിവ് നേരിട്ടത്. BSEയിൽ അദാനി എനർജി സൊല്യൂഷൻസ് 17%, അദാനി ടോട്ടൽ ഗ്യാസ് 13.39%, NDTV 11%, അദാനി പവർ 10.94% ഇടിഞ്ഞു. അദാനി ഗ്രീൻ എനർജി ഓഹരികൾ 6.96% ഇടിഞ്ഞു. അദാനി വിൽമർ 6.49% ഇടിഞ്ഞു. അദാനി എന്റർപ്രൈസസ് 5.43% ഇടിഞ്ഞു. അദാനി പോർട്സ് 4.95% ഇടിഞ്ഞു. അംബുജ സിമന്റ്സ് 2.53%, ACC 2.42% എന്നിങ്ങനെയാണ് ഇടിഞ്ഞത്. ബർമുഡയിലെയും മൗറീഷ്യസിലെയും അവ്യക്തമായ ഓഫ്ഷോർ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് സെബി ചെയർപേഴ്സൺ മാധബിയും അവരുടെ ഭർത്താവും വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് ആരോപിച്ചിരുന്നു. 2017 സെബിയുടെ മുഴുവൻ സമയ അംഗമായി നിയമിക്കുന്നതിനും 2022 മാർച്ചിൽ ചെയർപേഴ്സണായി ഉയർത്തപ്പെടുന്നതിനും മുമ്പ് 2015 നിക്ഷേപം നടത്തിയതെന്ന് മാധബിയും അവരുടെ ഭർത്താവ് ധവൽ ബുച്ചും ഞായറാഴ്ച ഒരു സംയുക്ത പ്രസ്താവന ഇറക്കിയതൊന്നും ആരും കാര്യമായി എടുത്തിട്ടില്ല. അദാനി വിഷയവുമായി ബന്ധപ്പെട്ട നിക്ഷേപ ഫണ്ടുകൾ അന്വേഷിക്കാൻ സെബിയെ ചുമതലപ്പെടുത്തി അതിൽ മാധബി വ്യക്തിപരമായി നിക്ഷേപിച്ച ഫണ്ടുകളും തങ്ങളുടെ യഥാർത്ഥ റിപ്പോർട്ടിൽ പ്രത്യേകമായി എടുത്തു കാണിച്ച അതേ സ്പോൺസറുടെ ഫണ്ടുകളും ഉൾപ്പെടുന്നുണ്ട്. ഇത് വ്യക്തമായും ഒരു വലിയ താൽപര്യ വൈരുദ്ധ്യമാണ് എന്നാണ് ഹിൻഡൻബർഗ് നടത്തിയ കുറ്റപ്പെടുത്തൽ. സെബി ചെയർമാന് വ്യക്തി താൽപര്യമുണ്ടായിരുന്നതുകൊണ്ടാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്മേലുള്ള അന്വേഷണം എങ്ങുമെത്താതെ പോയത് എന്ന് സ്ഥാപിക്കുന്നതാണ് അവരുടെ പുതിയ വെളിപ്പെടുത്തൽ. രണ്ടാമത്തെ റിപ്പോർട്ടിൽ ആദ്യ റിപ്പോർട്ടിന്റെ ആഘാതത്തിൽ നിന്നും അദാനിയെ രക്ഷിച്ച സെബി ചെയർപേഴ്സണെ തന്നെ പ്രതിയാക്കിയതോടെ അദാനി ഈ കുരുക്കഴിക്കാൻ വല്ലാതെ പ്രയാസപ്പെടുമെന്നുറപ്പ്.